കവിച്ചേച്ചിയാണ് ഈ വീടിന്റെ ഐശ്വര്യം. ഞാനും അമ്മയും അങ്ങനെ പറയും. ഇവളൊരു സ്പെഷ്യൽ സംഭവമല്ലേ, ക്യാരക്ടർ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. എനിക്ക് അത് ആദ്യം അറിയില്ലേനും. അവർ പറഞ്ഞതിനെക്കാട്ടി എനിക്ക് ഭയങ്കര സംഭവം എനിക്കത്. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആൾക്കാർ വിവാഹത്തിനായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന കുട്ടീനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കണം. നമ്മളൊരു പെങ്ങളെ നമ്മളൊരാൾ കല്യാണം കഴിച്ചോട്ട് പോയാൽ അവർക്ക് എന്തെല്ലാം അവിടെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കണം. ഫോൺ യൂസ് ചെയ്യില്ല. ഞാനൊരു ഫോൺ കൊണ്ട് കൊടുത്തു. ഇനി ഇവളാന്ന് ഫോൺ എടുക്കൂല നമ്മൾ വിളിച്ചാൽ. അല്ല, ഇവര് കുറേ ആണുങ്ങളുടെ വീടല്ലേ, അപ്പോൾ ഇതെടുത്ത് അടിയിൽ മൂലക്ക് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ചമ്മലുകൊണ്ട് വയ്യ പറയുന്നു. അത് അന്നേരം ഞാൻ വിളിച്ചെടുക്കില്ല. ഇപ്പൊ വിളിച്ച് ഞാൻ പുറത്തു പോയിട്ടാകുമ്പോൾ ഞാൻ എടുക്കില്ല. അങ്ങനെ ഒരു പണി. എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? അത് ഞാൻ കരിങ്കൽ കോറിയിൽ കല്ലിങ്ങനെ ഈ റോഡിന് കല്ലിങ്ങനെ അടിച്ച് ചെറിയ പീസാക്കുന്നില്ലേ, ആ കല്ലടിക്കലാണ് എൻ്റെ പരിപാടി. നേരെ ഒരു ലോറിൻ്റെ അകത്ത് ക്ലീനറായിട്ട്, അതായത് മണ്ണ് തട്ടാൻ പോകുന്ന ലോറിൻ്റെ അകത്ത് ക്ലീനർ, അത് ക്ലീനറും പിന്നെ മണ്ണ് തട്ടില്ല, സൈറ്റിൽ നിന്ന് മണ്ണ് തട്ടില്ല. അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സമയത്ത് ഗ്യാസിൻ്റെ വണ്ടിയിൽ ലോഡിങ് അതെടുത്തു കുറേ വർഷം. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പെയിൻറ്റിങ്, കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പിന്നെ ഇനി ഞാൻ നാട്ടിലെടുക്കാതെ എന്താ പണി, ദഹനം ഭക്ഷണം വെക്കാൻ പോകുന്ന അസിസ്റ്റൻ്റായിട്ട് എടുക്കാതെ പണി എനിക്ക് അങ്ങനെ ഇന്നൊന്നുമില്ല. എല്ലാ പണിക്കും നമ്മൾ പോയി. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടിയത് ബസ്സിൽ. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ജീവിതം. മാറാൻ ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു ഹാപ്പിനെസ് കിട്ടുമോ എന്ന് അറിയില്ല. നമുക്ക് ഏറ്റവും ഹാപ്പി നമ്മളുള്ളത്. മാറിയിട്ട് ഇനിയിപ്പോൾ ഹാപ്പി അല്ലാണ്ട് പോകണ്ടേ, ഹാപ്പിയുള്ള സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കണ്ടേ. അതിൽ മാറ്റം വേണ്ടെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കും. നാളെ നമ്മളതിന് മാറിക്കൂടാന്നുമില്ല. അതാണ് എൻ്റെ ഒരു ഇത്. എന്നാ പറയണ്ടേ, വാക്കുകളില്ല പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിയുമെന്നേ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഞാൻ എൻ്റെ വലിയ ഇതായിട്ട് കരുതുന്ന എൻ്റെ പല്ല് മുന്നിലായിട്ട് ചേട്ടൻ വന്ന് കണ്ട് എന്നെ ചിരിയാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നേരെ അപ്പോൾ ചേട്ടന് എന്നാ പറയണ്ടേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻ, നിങ്ങൾ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക്, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളതിൻ്റെ അകത്ത് എപ്പോഴാണോ പിന്തിരിയുന്ന അവിടെ നമ്മൾ പരാജയം തുടങ്ങും. നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആഗ്രഹവും അതിനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ പുറകെ പോകും. പ്രകൃതി വരും കൂടെ വെക്കും. ചിലപ്പോൾ നമ്മൾ തൊട്ട വീട്ടിനപ്പുറത്തെ പെണ്ണേക്ക് നമ്മൾ കല്യാണം വരിക. അത് അതിന് എത്ര ശതമാനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നതിലാണ്. ആത്മാർത്ഥം പറഞ്ഞാൽ ഒരു 3-4 വട്ടം പോകുമ്പോൾ അവർ അവഗണന കിട്ടുമ്പോൾ നമുക്ക് ഫീലായിട്ട് മാറില്ല. അവിടെ തീർന്നു മാറിക്കഴിഞ്ഞാൽ അതവിടെ തീർന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറകെ ചെയ്തുകൊണ്ടിരുന്ന ഇത് നല്ല എല്ലാ കാര്യവും നമുക്ക് എന്തായാലും അത് വന്ന് ചേരും. അതായത് നോർമലി പ്രകൃതിൻ്റെ ഒരു ഇതാണ്, നമ്മളെ ആരും ഇതല്ല. അമ്മ ആദ്യമായിട്ട് കവിച്ചേച്ചിനെ കാണുന്ന ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കണ്ടപ്പോ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഞാൻ മോനോട് പറഞ്ഞു, മോനെ അനക്കൊന്ന് ആ കുട്ടീനെ കാണണം. അപ്പോൾ എൻ്റെ ആങ്ങളെ എൻ്റെ ഭാര്യനെയും കൂട്ടി ഞാൻ പോയി. അമ്മ വരുന്ന ദിവസം ഒരു ഡ്രസ് ഇട്ടിരുന്നു. അമ്മക്ക് ഒരു സാരി, എൻ്റെ മോൻ എനിക്കൊരു സാരി മേടിച്ചു തന്നു പോകാൻ കൊടുക്കാൻ വേണ്ടി. പിന്നെ ആ സാരി കൊടുത്ത് ഞാൻ എൻ്റെ ആങ്ങളെൻ്റെ ഓളെ കൂട്ടിയിട്ട് പോയി. അമ്മ പോകുന്നതിന് ഞാൻ പറയാന്ന് ഇവിടെ നല്ല ഡ്രസ് എടുത്തിരിക്കണേ, വീട്ടിൽ നിന്ന് ആളെല്ലാം വരുന്നല്ലേ, ഇവളൊരു വയലറ്റ് എന്തോ ഒരു വയലറ്റ് ഒരു കളറ് ഒരു പൂക്കളുള്ള ഒരു പിന്നെ ചുരിദാറിന്റെ ടോപ്പ്. അത് ഓക്കെ അറിയാം. നീ തൊഴിഞ്ഞു പോണെന്ന് അങ്ങനെ നല്ല ഭംഗിയില്ല. അപ്പൊ ഞാൻ പോയി മോളെ, ഇവര് ഞങ്ങള് 3 കൂടി പോയി. പിന്നെ ചെല്ലുമ്പോ ഇവള് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ, ഒരു കാണണ്ടേ, ആ ഒരു ആകാംക്ഷയിൽ ഞാൻ പോയി. 3 കൂടി പോയി ചെന്ന് വേഗം ചെല്ലുമ്പോൾ തന്നെ അമ്മ ഇങ്ങോട്ട് പുറത്തു വന്ന് ഞങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ഇരുന്നു. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു, ഒന്ന് മോളെ വിളിക്കപ്പാന്ന് പറഞ്ഞു. അപ്പോൾ മോളെ ഒന്ന് വിളിച്ച് ഇവള് പറയും പോലെ ഭയങ്കര ഒരു ശങ്കയിലല്ലേ, ഒരാള് പുറത്തുനിന്ന് വരുമ്പോ ഒരു മടി ഉണ്ടാവില്ല വരെ. അതുപോലെ ഞാനിങ്ങനെ മീശോ ചോദിച്ചു, മീശ പഠിക്കണമെന്നുണ്ട് ഒപ്പിച്ചൊപ്പി ഇത് മതിയോന്ന് ചോദിച്ചിട്ട് സത്യോ അയ്യോ പോകണ്ടേ എൻ്റെ പെണ്ണ വരെ വെച്ചോണ്ട് പോയി. അത് നടക്കുന്നതാണ് കേരളത്തിൽ. അല്ല, അത് അമ്മ പറയുന്നല്ല, ഒരു സ്ഥലത്ത് ആളെ കാണാൻ നോക്കുമ്പോൾ ആകാശം ഓടിപ്പോയി അത് പോയി ലാസ്റ്റ് നിമിഷം വരെ ഒന്ന് മുടിയൊന്ന് സെറ്റാക്കി
എന്തെങ്ങനെയാ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്നല്ലേ അപ്പൊ ഭംഗിയാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴും നമ്മൾ മുഞ്ചാമറ്റി നോക്കില്ല അതെ അതെ ശമ്പളം അതെ വാങ്ങിക്കുന്നതല്ലേ? ചേച്ചി ഇതിപ്പം നിങ്ങളെല്ലാം നല്ല അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അമ്മ വിളിച്ചു, വേഗം അകത്തുനിന്ന് വന്നപാട് വന്ന് ഇങ്ങനെ ഒരു ഇതായിട്ട് കുത്തൊട്ട് നോക്കിയിട്ട് വന്ന് അവിടെ അടുത്ത് നിന്നപാട് ഞാൻ വേഗം പോയി ഇവളെ കൈ പിടിച്ചു. കൈ പിടിച്ച് ഇവളെ എൻ്റെ മുഖത്ത് നോക്കി, ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാര്യയുണ്ട് അപ്പുറം, അവളും കണ്ട് ഞങ്ങൾ ഇങ്ങേക്ക് വന്നു. ഞങ്ങൾ കണ്ട് ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മയാന്ന് എന്നാ പറയണ്ടേ, അമ്മേനെ ഞങ്ങൾ അന്നേ കൂട്ടണമെന്ന് ഉള്ള അവൻ ഞാൻ പറഞ്ഞു എനക്ക് പറ്റിയ ആളെന്നെ അല്ലേ മോനെ, എനക്ക് പറ്റിയ ആളെന്നെ അമ്മ. എന്തായാലും മനസ്സിൽ വിചാരിച്ചു ശരിയാകുമായിരിക്കും. ഇവര് ശരിയാക്കി, അവരവിടെ ശരിയാക്കി, അവരെ ഉറപ്പിച്ചു ഇവളാങ്ങള. ഞാളിങ്ങോട്ട് വന്ന് പിന്നെ ഇവരങ്ങോട്ടും വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് ഇത് ഉറപ്പാക്കി. അങ്ങനെയാണ് മോളെ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിന് ഈശ്വരന്റെ അപ്പാ ഇത്ര ദൂരത്തിൽ എന്റെ മക്കൾ ഒരിക്കൽ കല്യാണം കഴിഞ്ഞാല് എങ്ങനെ ദൈവമേ വരുവാ, വന്നാൽ ഞാൻ എങ്ങനെ വരുമ്പല്ല എനിക്ക് വരാൻ കഴിയാ, ഇവരെ കൂടാ എപ്പോഴും എനിക്ക് വരാൻ കഴിയാ, എങ്ങനെ എന്റെ മക്കളെ ഒറ്റക്ക് ഞാൻ അയക്കുക, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആകപ്പാടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 ഓട്ടം പോകുന്നത് എനിക്കൊരു പ്രയാസം ഉണ്ടായിന്. ഇപ്പം എനിക്ക് ആ നാട്ടിൽ പോകാൻ ഒരു ഭയങ്കര ഇഷ്ടം. അത്രക്ക് നല്ലൊരു നാടും ഒരു എല്ലാം ഒരു പൂക്കളും അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ആയിട്ട് നല്ലൊരു ഭംഗി, അവരെ നാട്ടില് നല്ലൊരു വൃത്തി ഉള്ളൊരു നമ്മളില്ലേ ഇവളൊരു സ്പെഷ്യൽ സംഭവല്ലേ. നമ്മള് കല്യാണം കഴിച്ച അവള് ക്യാരക്ടർ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. എനിക്ക് അത് ആദ്യം അറിയില്ലേനു. പക്ഷെ അവർ പറയുന്നാലും ഞാൻ അവർ പറഞ്ഞതിനെക്കാട്ടി എനിക്ക് ഭയങ്കര സംഭവം എനിക്കറിയും. ഒന്നാമത് നമ്മൾ അതുപോലെ തന്നെ ഭയങ്കര നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആൾക്കാർ വിവാഹത്തിനായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന കുട്ടീനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കണം. നമ്മളൊരു പെങ്ങളെ നമ്മളൊരാൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ അവർക്ക് എന്തെല്ലാം അവിടെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതെല്ലാം നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കില്ല അവിടെ അങ്ങനെ കിട്ടണം. അതേപോലെ നമ്മൾ ഇവർക്ക് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പുള്ളിക്കാരി അങ്ങനെ നല്ല നമ്മൾ അങ്ങനെയുള്ളായിരുന്നു. ഇങ്ങനെ ഇതായതുകൊണ്ട് നല്ല പെരുമാറ്റമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എല്ലാം അപ്പുറത്താണ്. ഇതൊരു എല്ലായിടത്തും ഒരു കിട്ടലാന്നെല്ലാം പറയില്ലേ, അത് കിട്ടലാണ്. അതൊരു ഭയങ്കര ലക്കായിട്ടുള്ള ഒരു 5-8 മാസം കഴിഞ്ഞിന് കല്യാണം കഴിക്കുമ്പോ, 8 മാസം 9 മാസം ആൾക്കാരെല്ലാം ഇടുന്ന് പറയും എന്നോടൊന്നും പറയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പഠിക്കും നിക്കുവാ പെണ്ണാട 8-9 മാസം നിക്കുവാ പെണ്ണാട, അവള് പോവില്ലേ. ഞാൻ പറയൂ അവരോട്, എനക്ക് എന്റെ വീട്ടിലേക്ക് എന്റെ മോനും എനക്ക് ഉള്ളതാണെങ്കിൽ ഏടി പോവില്ല, ഇല്ലാതാണെങ്കിൽ പോയിക്കോട്ടെ. എന്നാലും ഞാൻ അവരോടൊന്ന് പറയും, വന്നാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഫോൺ യൂസ് ചെയ്യില്ല. ഞാനൊരു ഫോൺ കൊണ്ട് കൊടുത്തു. ഇനി ഇവിടെ ഫോൺ എടുക്കൂല നമ്മൾ വിളിച്ചാല്. അപ്പം ആള് കന്നഡയിലും ചേട്ടൻ മലയാളത്തിലല്ലേ സംസാരിക്കുക? മലയാളം കന്നഡ മിക്സ്ഡ് ആയിട്ട്. അപ്പൊ കന്നഡ അറിയായിരുന്നോ? അല്ല, അതിന്റെ ഫോൺ എടുക്കാതെ ചോദിക്കുക, അല്ലെങ്കിൽ ഇവര് കുറെ ആണുങ്ങളുടെ വീടല്ലേ. അപ്പൊ ഇതെടുത്ത് ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ചമ്മലുകൊണ്ട് പയ്യോ പറയുന്നു. ഇപ്പഴേ നാടാ എന്റെ കുട്ടികളെ ആളിപ്പോഴാ ആ ഒരു പെണ്ണാണ് സ്ഥലത്താ. അത് എന്നാലും ഞാൻ വിളിച്ചെടുക്കില്ല. ഇപ്പൊ വിളിച്ച് ഞാൻ പുറത്തു പോയി ഞാൻ എടുക്കില്ല. അങ്ങനെ ഒരു പണി അതെല്ലാരും അങ്ങനെയാണ്. അന്നേരം ആണുങ്ങൾ വിളിച്ചോണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ വിളിച്ചോണ്ടിരിക്കും. അതിന്റെ ഒരു ഗുട്ടൻസ് എന്താ ശരിക്കും? അതെന്താ അങ്ങനെ? അത് ഞാൻ അടുത്തൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യാം. പക്ഷെ വേറെ ഉണ്ട് കേട്ടോ. ഇപ്പം ചേട്ടന്റെ ഇപ്പം കേരളത്തില് ആൺകുട്ടികൾക്ക് പെണ്ണിപ്പ കിട്ടുന്നില്ല എന്നൊരു പ്രധാന ചർച്ചയുണ്ടല്ലോ. സോ അത് ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാ പെണ്ണ് കിട്ടാത്ത? അല്ലെങ്കിൽ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ജോലി ഉണ്ടാവും, നല്ല ആളുകളായിരിക്കും, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ, കുറേ ചേട്ടന്മാർ ഇപ്പോഴും അതിന്റെ ഒരു പ്രഷറിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് എന്താ പറയാനുള്ള കാരണം? നമ്മൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ മോഹൻ നിങ്ങൾ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക്, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളതിൻ്റെ അകത്ത് എപ്പോഴാണോ പിന്തിരിയുന്ന അവിടെ നമ്മൾ പരാജയം തുടങ്ങുന്നത്. നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആഗ്രഹവും
അതിനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ പുറകെ പോകാൻ പ്രകൃതി വരെ കൂടെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ തൊട്ട വീട്ടിന് അപ്പുറത്തെ പെണ്ണേക്ക് നമ്മൾ ഇതിൽ നിൽക്കേണ്ടി വരും. അത് അതിന് എത്ര ശതമാനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നതിലാണ്. ആത്മാർത്ഥം പറഞ്ഞാൽ ഒരു 3-4 വട്ടം പോകുമ്പോൾ അവർ അവഗണന കിട്ടുമ്പോൾ നമുക്ക് ഫീലായിട്ട് മാറില്ല, അവിടെ തീർന്നു. മാറിക്കഴിഞ്ഞാൽ അതവിടെ തീർന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറകെ ചെയ്തുകൊണ്ടിരുന്ന ഇത് നല്ല എല്ലാ കാര്യവും നമുക്ക് എന്തായാലും അത് വന്ന് ചേരും. അതായത് നോർമലി പ്രകൃതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ആരും ഇതല്ല, നമ്മളത് ചെയ്യുമ്പോൾ നമ്മളതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ വരും. അപ്പോൾ പലർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പെണ്ണാണ് 2-3 സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ആവില്ല. പിന്നെ ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ പോലെ ബീച്ച് ശരിയാക്കലും സെറ്റാക്കലും അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇല്ലേ ഒന്ന് പറഞ്ഞൊരു കുട്ടീനെ കണ്ടുപിടിച്ചാൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പെണ്ണാണ് പോകുമ്പോൾ ആ വീട്ടിൽ അത് ഒക്കണം, ഇതൊക്കണം, അതൊക്കണം എല്ലാം ഒപ്പിച്ചിട്ട് നമ്മളവിടെ പോകുമ്പോഴേക്ക് അതായിട്ടില്ലെങ്കിൽ ഇഷ്യൂ ഒന്ന് പോയി. ഇനി പിന്നെ ഒരു 100-1 1000-10,000 ഒരു ചാൻസ് കിട്ടും ഒരു പെണ്ണെ കാണാൻ നമുക്ക്. ഒരു ഉത്സവത്തിലൊക്കെ നമ്മളിപ്പോൾ പോയി കണ്ടുതരും ഒരു പെണ്ണ്, അതിൽ തന്നെ നമുക്ക് ഒരു പെണ്ണ് അല്ലേ ചാൻസ് കിട്ടണമെന്നില്ല. ആ പെണ്ണിനെ പോകുന്ന സമയത്ത് അതങ്ങോട്ട് റിജക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ തളർന്നു പോകും. പെട്ടെന്ന് നമ്മൾ തളരാണ്ട് അതിൻ്റെ പുറകെ മറ്റൊരു ഇനി ആദ്യം അന്വേഷിക്കുക, പോവുക. നമ്മളത് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്ന കേട്ടോ. എന്നാൽ ഇവരിങ്ങനെ പറയുന്നവരുണ്ട അതിനോട് പോയിക്കൊണ്ട് കാരണം അല്ലോ അതിന് ശേഷം വിളിക്കലുണ്ട് ഇങ്ങനെ ഈ പെണ്ണ് അങ്ങോട്ട് ഉണ്ടോയെന്ന് ചോദിക്കും. നമ്മൾ പെണ്ണുണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് നടക്കും. അങ്ങനെ ഒരു പോക്കാടെ പോയി ഇപ്പോൾ തളർന്നു പോയിട്ട് പിന്നെ നമുക്ക് ദൂരത്തല്ലേ, പിന്നെ അന്വേഷിക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്താലേ കിട്ടും. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏച്ചിമാരിലൂടെയുള്ള സമയത്ത് ഒരു പുള്ളിക്കാരുടെ പെണ്ണ് കാണാൻ വന്നാൽ നമ്മൾ ഇവിടെ വന്ന് അപ്പുറത്ത് ആടെ പോയി പെണ്ണുണ്ട് ഏലാ ഇഷ്ടം എന്ന് വെച്ചാൽ പുള്ളി അങ്ങോട്ട് പറയും ആർക്ക് ആ പെണ്ണ് മതി, അല്ലെങ്കിൽ ആ പെണ്ണ് അനിയത്തി ചിലപ്പോൾ ആ കുട്ടീനെ കുറച്ച് അല്ല നമ്മളൊരു അനുമതി വെച്ചത് പറയുന്നത്. അപ്പോൾ അത് മതി പറഞ്ഞാൽ അതിനെ കഴിച്ചു അപ്പോൾ തയ്യാറാ വീട്ടുകാർക്ക് കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മള് ഒരു 100 ആൺകുട്ടികൾ വരുമ്പോൾ ഒരു പെണ്ണെ ഇതാക്കാൻ പറ്റുന്നു. പിന്നെ ജോബ് ഓരോ കാര്യങ്ങൾ അല്ല ഒരുപാട് കൊറേ പറയേണ്ട വരും. ഇപ്പൊ ബിജുചേട്ടന്റെ ലൈഫ് പലർക്കും മോട്ടിവേഷൻ ആണ്. കാരണം ബിജുചേട്ടൻ ചെയ്യാത്ത ജോലികളില്ല, അല്ലെങ്കിൽ ബിജുചേട്ടൻ തുടങ്ങിയ ഇപ്പൊ നിൽക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ചേട്ടന്റെ ചുറ്റുപാടില് ചേട്ടൻ ജീവിച്ചു തുടങ്ങിയ സ്ഥലത്ത് ഇന്ന് ബിജുചേട്ടനെയും ഫാമിലീസിനെയും അറിയുന്ന ഒരുപാട് പേരുണ്ട്. അത് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പൊ ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഈ ഒരു യാത്ര ആൻഡ് ഈ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഡ്രൈവറായിട്ട് ജോലി ചെയ്തു, ഇപ്പൊ നമ്മൾ കുറേ ജോലികൾ ചെയ്തു. പക്ഷെ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? ഇന്ന് കാണുന്ന ഒരു യൂട്യൂബർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ യാത്ര ഓർക്കുമ്പോൾ എന്താ തോന്നുക ചേട്ടന്? ആദ്യം ചെയ്ത ജോലി മാത്രം പറയാം. ആദ്യം ഞാൻ കരിങ്കൽ കോറിയിൽ കല്ലിങ്ങനെ ഈ റോഡിന് കല്ലിങ്ങനെ അടിച്ച് ചെറിയ പീസാക്കുന്നില്ലേ സോളിങ്, അത് അടിക്കല് ക്രഷർ കൊണ്ട് പോയിട്ട് അത് ജില്ലിയാക്കും, അങ്ങനെയല്ലേ മാറും. ആ കല്ലടിക്കലാണ് എൻ്റെ പരിപാടി. അത് കുറേ നാളെടുത്തു. പിന്നെ ലോറിയിൽ ക്ലീനർ, അതായത് ഈ ലോഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ബോഡി പറഞ്ഞിട്ട് നമ്മൾ ഇറക്കണം. ഈ കല്ല് ഇങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഇറക്കുക. 30 റുപ്യ ഒരു ലോഡിന് ഇങ്ങനെ ഇറക്കുന്നത്. ഒരു 3 ലോഡെല്ലാം കിട്ടുക, 3 ലോഡ് 4 ലോഡെല്ലാം കിട്ടും. അതെന്നെ രണ്ടാമത്തെ പണി. പിന്നെ വേറെ ആ അട വരുന്ന അതിലിടക്ക് ഇത് മാറി വരും കേട്ടോ. ചെറിയ കല്ലടിക്കുന്നത് വലിയ കല്ലിൽ മാറും അടിക്കൽ. അങ്ങനെ കുറേ വർഷം അതെടുത്തു. പിന്നെ നേരെ ഒരു ലോറീൻ്റെ അകത്ത് ക്ലീനറായിട്ട്, അതായത് മണ്ണ് തട്ടാൻ പോകുന്ന ലോറിൻ്റെ അകത്ത് ക്ലീനർ, അത് ക്ലീനറും പിന്നെ മണ്ണ് തട്ടില്ല, സൈറ്റിൽ മണ്ണ് തട്ടിൽ. പിന്നെ നേരെ തിരിച്ച് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സമയത്ത് ഗ്യാസിൻ്റെ വണ്ടിയിൽ ലോഡിങ്. ഗ്യാസ് ഇപ്പം ഇങ്ങനെ രാജാവേ ലോഡിങ് ഇറങ്ങിങ്ങനെ പോകുമ്പോൾ ഗ്യാസ് എടുത്ത് പോകുമ്പോൾ വീഡിയോയിൽ അങ്ങനെ ഉണ്ട്. അതെടുത്തു കുറേ വർഷം. അത് നമ്മളെ പെങ്ങളെ ഭർത്താവിൻ്റെ ഇല്ലാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പെയിൻറ്റിങ്, കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ നാട്ടിലെടുക്കാതെ പണി ദഹനം, ഭക്ഷണം വെക്കാൻ പോകുന്ന അസിസ്റ്റൻ്റായിട്ട് എടുക്കാതെ പണി എനിക്ക് അങ്ങനെ ഇന്നൊന്നുമില്ല. എല്ലാ പണിക്കും നമ്മൾ പോയി. എൻ്റെ വന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെയുള്ള മില്ലിൽ മരത്തിൻ്റെ ഇതെല്ലാം കൊണ്ടുപോകുന്നൊരു വണ്ടിയിൽ ഇതായിട്ട് കയറി. പിന്നെ ജീപ്പ് അത് കുറേ വണ്ടികൾ, ചെറിയ വണ്ടി ഓട്ടാൻ തുടങ്ങി ആദ്യം. പിന്നെ ഈ മണൽ വണ്ടിയിൽ ഡ്രൈവറായി. മണൽ അറിയാമല്ലോ പോകുന്നത്, ആ വണ്ടിയിൽ കുറച്ച് നാൾ. അതിൽ കുറച്ചല്ല 4-5 വർഷം അതിൽ എന്താ പറയുക. അന്നേരം ഞാൻ വീടെല്ലാം അങ്ങനെ സെൽക്കുട്ടിയെല്ലാം വെച്ചിട്ട് വീട്ടിലാക്കി. അങ്ങനെ അതിൽ പണിയെടുത്തോണ്ടു. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടിയത് ബസ്സിൽ ഡ്രൈവറായിട്ട് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ആ കല്ലിൻ്റെ അതിലെടുക്ക് കല്ലിൻ്റെ പണി എടുത്തു കേട്ടോ. ഈ പണിയിൽ നമ്മളെ പണിയില്ലേ, ആ കല്ലെടുക്കൽ. അതിപ്പം പറഞ്ഞാൽ എനിക്ക് ഒരു ലോഡ് ഞാൻ ഈ വീട്ടിന് മതിലെല്ലാം കിട്ടി ഞാൻ അതിനാ സമയത്ത് കല്ലെടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇപ്പം എടുത്ത് പറഞ്ഞ ഒരു കല്ല് പെട്ടെന്ന് എടുക്കാനൊക്കെ ആകുന്നില്ല കേട്ടോ. അന്നേരം നമ്മൾ അതിൻ്റെ ലോഡാക്കലും ലോഡ് കട്ടലും പരിപാടി. എൻ്റെ ഡ്രൈവറായിട്ടും ലോഡിങ്ങെല്ലാം ഞാൻ തന്നെ. ഇങ്ങനെ ഞാൻ മാത്രമല്ല, എൻ്റെ നാട്ടിലുള്ള ഒരുവകി എല്ലാവരും, എൻ്റെ ഏജിലുള്ള എല്ലാവരും ഈ പണിയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നെയ്ത്തില്ലേ, അത് നമ്മളെ സുഹൃത്തുക്കളുടെ ആടെ പോയിട്ട് അത് ചെയ്യും. നമ്മൾ എന്തെല്ലോ ഇനി എടുക്കാത്ത പണി എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ മാത്രമല്ലടാ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രം എടുത്തിട്ട് അങ്ങ് ഭയങ്കര അങ്ങനെയല്ല.
ഓരോരാളും എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെല്ലാം വന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വരുന്ന ഈ സൈഡാകുന്ന യൂട്യൂബ് ചാനൽ കുറച്ച് സമയം കിട്ടിയ സമയത്ത് അതിൽ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ വിഷു ഓണം എന്നെല്ലാം വരുമ്പോൾ സ്റ്റേജ് കിട്ടും. അതിൽ കലാകാരെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഥയത്വം ഇങ്ങനെ ആലോചിക്കലും അടുത്ത വർഷം ഒന്ന് ചെയ്യലും സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ഇതാ ഒരു സന്തോഷം. ആ സന്തോഷം ഒരു ചെറിയൊരു ഫോണിലേക്കാക്കി ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെല്ലാം വന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ വീഡിയോ വന്നായിരിക്കും ചിലപ്പോൾ ഇവനൊന്നും ചിലപ്പോൾ മാറുന്നില്ല, മാറ്റമില്ല, ഇവർ അതുപോലെ തന്നെ ഉള്ളു എന്നെല്ലാം തോന്നും. ഞാൻ മാത്രമല്ല, നമ്മളെ നാട്ടിൽ ആർക്കും മാറാൻ കഴിയില്ല. കാരണം ഇത് അങ്ങനെ വന്നൊരു ഇതാണ്. അത് മാറുക പറയാൻ നമ്മൾ എങ്ങോട്ടേലും മാറുക, മാറാനൊന്നുമില്ല. ഇനി നമ്മൾ അതിൽ തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മളെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കുള്ള മാറാൻ കുറച്ച് പണിയാണ്. പിന്നെ അങ്ങോട്ട് ഇനി ഇതിൻ്റെ മാറ്റം ടോപ്പ് എക്സ്ട്രീം ഞാനൊരു സിനിമയാണ് ഇതാണ്. ഇനി അതെൻ്റെ ആഗ്രഹമാണ്. ഒരു നാൾ അതും കൂടി ആയാൽ ഞാൻ അല്ലേ ഹാപ്പിയാവും. ഹാപ്പി ഓൾറെഡി ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുറേ ഹാപ്പിയാണ്. എനിക്കത് ബിജുചേട്ടന് ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ അത്ര ഫെയിം ആയിട്ടും അല്ലെങ്കിൽ ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയായിട്ടും ഒരിക്കലും ഒരു ഹെഡ് വെയിറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എപ്പോഴും നോർമൽ ആയിട്ട് ഒരു ജാടയില്ലാതെ സംസാരിക്കുന്ന ചേട്ടൻ ഞങ്ങൾ കണ്ടിട്ടില്ലേ. അതിന്റെ റീസൺ തോന്നുന്നു ഇത്രയും അധികം ജോലികൾ ചെയ്ത ഒരു ഇപ്പോഴാ ഓർമ്മയുണ്ട്. ആൾക്കാരെ നമ്മൾ കണ്ട് അത്രയും എൻ്റെ കൂടെ ഇപ്പം അന്നേരമുള്ള എല്ലാവരും നമ്മൾ കണ്ടു വന്നു. ഒരാളെ ജീവിതം കണ്ടു. അന്നേരം നമുക്ക് അങ്ങനെ തോന്നൂല കേട്ടോ. അത്രയോ തോന്നൂല്ലോ. ഇതിൻ്റെ അപ്പുറത്തൊന്നും കളിക്കാൻ വേണ്ടി നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ വേറെ ആൾക്കാരെല്ലാം മാറുന്നുണ്ടാവും. അത് എന്താണെന്നില്ല. പിന്നെ അമ്മയും നമ്മളെ കൂടിയുള്ളവരെല്ലാം നമ്മളെ ആൾക്കാരെല്ലാം നമ്മൾ ഇതായിട്ടില്ല. അപ്പം അതിൻ്റെ നാട്ടിലായാലും സുഹൃത്തുക്കളെല്ലാവരും നമ്മളെ അതേ റേഞ്ച് അതിൽ തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മളൊരു വണ്ടിയിൽ നമുക്കത് പല പരിപാടിക്കും പോകുമ്പോൾ നമ്മളാ പോകുന്നതിൻ്റെ ഇതിലുകൊണ്ട് നമ്മളൊരു വണ്ടി എടുത്തു. അതിൻ്റെ അടുത്താണ് വന്നത്. വീടും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ ഉള്ളത്. ചില ആളുകളും പറഞ്ഞാൽ നമ്മൾ അവിടെ വീടെടുത്ത് എന്നെല്ലാം കാണലുണ്ട്. സത്യം നിങ്ങൾ വന്ന ഈ വീട് തന്നെ നമ്മളെ വീട്. മാറ്റമെന്നുള്ളത് നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ജീവിതം മാറാൻ ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു ഹാപ്പിനെസ് കിട്ടുമോ എന്ന് അറിയില്ല. നമുക്ക് ഏറ്റവും ഹാപ്പി നമ്മളുള്ളത്. മാറിയിട്ട് ഇനിയിപ്പോൾ ഹാപ്പി അല്ലാണ്ട് പോകണ്ടേ. ഹാപ്പിയുള്ള സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കണ്ടേ. അതിന് മാറ്റം വേണ്ടെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കും. നാളെ നമ്മളതിന് മാറിക്കൂടാന്നുമില്ല. അതാണ് എൻ്റെ ഒരു അമ്മ എന്താ എപ്പോഴും പറയാ, എപ്പോഴും ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന അമ്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു യാത്രയില്. അല്ല, അവൻ്റെ യാത്രയിൽ എല്ലാവരുടെ യാത്രയിലും ചിലപ്പോൾ പെണ്ണുങ്ങൾ തന്നെയാണ്. എൻ്റെ പെങ്ങന്മാരായാലും അമ്മയായാലും ഭാര്യയായാലും എല്ലാവരും പെണ്ണുങ്ങളാണ് ശരിക്കും. എൻ്റെ ഓരോന്നിനും ഞാനിപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ വേഗം വന്നിട്ട് വീട് എന്ത് ഇന്ന് ചേട്ടാ അങ്ങനെ ചെയ്തോ. അല്ല, ഓരോരാളോട് നമ്മൾ അതിൽ ഭയങ്കര പിന്നെ കവിത വന്ന മുതൽ പിന്നെ എനക്ക് ഒരു സമാധാനമായി മോളെ. ഇവിടെ എനക്ക് പറഞ്ഞിട്ട് ആൺകുട്ടികളില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓരോന്ന് 2 ആൺകുട്ടികളാണ്. പിന്നെ ഇവിടെ വന്നവർക്ക് ഒരു ആണുങ്ങളെ ഒരു പ്രധാന എനക്ക്. കാരണം എന്ന് വെച്ചാൽ അവനെ എവിടെ പോകുന്നുണ്ടെങ്കിലും രാത്രി ആയാലും ഞാൻ പറയും ആരെയും കൂട്ടുന്നില്ല. അങ്ങനെ ആരെയും കൂട്ടൂല്ലോ, ഒറ്റക്ക പോവുക. ആരെയും കൂട്ടുന്നില്ലെങ്കിലും നീ പോട് അവൻ്റെ കൂടെ, ആരും വേണ്ട, നീ പോയാൽ എനിക്കൊരു സമാധാനമാണ് എന്ന് പറയും. ഇപ്പം തന്നെ കുട്ടികൾ ഇവിടെ ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം കുട്ടികളെ. അല്ലെ എൻ്റെ മക്കളും ഇവള് ഉണ്ട്, ഇവളെ അമ്മേൻ്റെ ഇപ്പോൾ അപ്പുറം കാണുന്നത്, അവള് നോക്കിയാലും എനിക്കൊരു പൊതാന്നോട് വന്ന മുതൽ എൻ്റെ മോനെ ഇനി ഒറ്റക്കല്ലല്ലോ, ഒരാളായല്ലോ. ഇതിലിടക്ക് ഞാനും മോനും മക്കളെല്ലാം കൊടുത്തയച്ചില്ലേ. അവരെ ഓരോ സ്ഥലത്തല്ലേ ഉള്ളത്. പിന്നെ ഞാനും മോനും തനിച്ചല്ലേ ഉള്ളൂ. ഇവള് വന്നതിന് ശേഷം എനിക്കൊരാശ്വാസമായി. എന്നുവെച്ചാൽ ഇനി അവൻ്റെ കൂടെ പോകാനും എല്ലാത്തിനും ഒരു സഖിയായില്ലേ. പിന്നെ അവള് മാത്രല്ല, കൂടെപ്പറപ്പ് പെങ്ങന്മാർ എല്ലാരെയും വിളിക്കും, എല്ലാരും വരും, എല്ലാരും എന്ത് കാര്യത്തിനും പങ്കെടുക്കും. ഇപ്പം നമുക്ക് TV വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരതിന് കൂടും. അവർക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല ആർക്കും. അങ്ങനെയാണ് ഞങ്ങള് എടുത്തം വരെ എത്തിയത് മോളെ. അപ്പോൾ ഇങ്ങനെ പോയി ഞങ്ങൾ പല സ്ഥലത്തും പോയി ഒരുപാട് ആൾക്കാരെ കാണുന്നതും ഒരു സ്റ്റേജിൻ്റെ പിന്നിൽ എത്തുന്നതും ഒരാളുമായിട്ട് ആ ഒരു ഫോട്ടോ എടുക്കുന്നതും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം, അത്രേ പറയാനുള്ളൂ. നീ കവിച്ചേച്ചിയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ ആൾ ലൈഫിൽ വന്നപ്പോൾ എപ്പോഴും പറയാറുണ്ട്. ഞാനും അമ്മയും അങ്ങനെ പറയും. അതെ, ഇത് കേൾക്കുമ്പോ എന്താ വെച്ചാൽ തോന്നാ, കാരണം അമ്മയായാലും ഹസ്ബൻഡ് ആയാലും ഈ ഒരു കാര്യം പറയണേ. സോ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, പ്രൗഡായിരിക്കും. എങ്ങനെ അതിനെ കാണുക? ഞാന് എന്താ പറയണ്ടേ, വാക്കുകളില്ല പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിയുമെന്നേ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഞാൻ എൻ്റെ വലിയ ഇതായിട്ട് കരുതുന്ന എൻ്റെ പല്ല് മുന്നിലായിട്ട് പെണ്ണ് കാണാനും വരുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കുന്നത്
എന്ത് വലിയ മുന്നില് കല്യാണം കഴിയൂല ഇതൊന്നും അല്ല. ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് ആ ഒരു തോന്നലല്ല. പക്ഷെ വിജുവേട്ടൻ വന്ന് കണ്ട് പിന്നെ ചിരിയാന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ വിജുവേട്ടന് എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും അമ്മയായാലും വിജുവേട്ടനായാലും പെണ്ണന്മാരായാലും എല്ലാവരും നല്ല, എൻ്റെ ആ വീട്ടിലെ ഏട്ടനും അമ്മയും പോലെ തന്നെയാണ് വീഡിയോ വന്നിട്ട്. എനിക്ക് വലിയ വേറെ മാറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആദ്യം വന്നേരം ചെറിയൊരു ഭാഷേൻ്റെ ഒരു വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോക്ക് കുറവാണ്. ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കല്. ഇടയ്ക്കെപ്പെങ്കിലും അങ്ങനെ കാണാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ പോവുള്ളൂ. ഇപ്പൊ ഇടയ്ക്കുള്ള വിജയോട്ട അമ്മയെല്ലാം പറയൂ വീട്ടിൽ പോന്നില്ലേ സാധാരണ എല്ലാരും പക്ഷെ ഞാൻ എൻ്റെ ഇതിനനുസരിച്ച് ഇങ്ങോട്ട് അമ്മയും വിജയോട്ട ചോദിക്കും പോന്നില്ലേ നീ അത് ഞങ്ങൾക്കും പോണോ ഓളെ കൂടെ. ഇപ്പൊ നമ്മൾ ഇടക്കിടക്ക് പോക്കുണ്ട്. ഇപ്പൊ വിഷുവിന് പോകണ്ടേ, അത് തണുപ്പ്, ആടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ കൂടി പോയി കഴിഞ്ഞാല് അത് പെട്ടെന്ന് ഈ തണുപ്പ് പെട്ടെന്ന് ഇപ്പൊ തണുപ്പ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ച് അങ്ങോട്ട് പറയാണ്, ഇവരും കവിയുടെ ഭാഗ്യാണ് ഇവർ രണ്ടുപേരും. നമ്മളെ വീഡിയോയില് നമ്മള് ഞാൻ ഇതെൻ്റെ ഒരു ലൈഫിലൂടെ കാണിക്കില്ല. അപ്പൊ നമ്മളൊരു ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അല്ല അങ്ങനെ അല്ലാണ്ട് ചെയ്യുമ്പോൾ വ്ളോഗുകൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഒരു ആൾക്ക് അതിനൊരു ഒരാളിലൂടെ കഥ പറയണം. അങ്ങനെ അതാണല്ലോ ഇതിൽ സ്റ്റോറി ഇട്ടത്. ആകുമ്പോൾ ഞാൻ കവിയിലൂടെയാണ് ഇങ്ങനെ പറയാം. അത് എൻ്റെ ഒത്തിരി അതിൽ കുത്തും വീണ്ടും അതിങ്ങനെ അങ്ങനെ ഇതിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളായാലും ചേച്ചിമാർ, ഇവളെ വീട്ടിലുള്ള അമ്മ, ഏട്ടന്മാർ, ചേച്ചിമാർ എല്ലാം നമ്മളെ വീഡിയോൻ്റെ ഈ വ്ളോഗ് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും എടുത്ത് ഭാഗമായി വരുത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചിമാർ, എൻ്റെ 3 ചേച്ചിമാരുണ്ട്, അവരെ മക്കൾ, അവർ എല്ലാവരും കാണിച്ച് നമ്മുടെ ഫോട്ടോക്കെ ഉണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയിലെല്ലാം കാണുന്നുണ്ടാവും എല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും, അക്ഷയായാലും നമ്മളെ നിതീഷ്, കുറേ സുഹൃത്തുക്കളുണ്ട്, റഷീദ്, കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും നമ്മൾ ആ ഒരു ലൈഫിലൂടെ ഇങ്ങനെ പോകാം. ഒരാൾ തിരക്കായിട്ട് ചില സമയത്ത് കാണാൻ കിട്ടുന്നില്ല. കുറച്ച് ആൾക്കാർ വരും പോകും. അങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ പോവാണ്.